ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ശനിയാഴ്ച. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ ഇന്ന് കുട്ടികൾ ടൂർ പോവുകയാണെന്നുള്ളത്. വൺ ഡേ ട്രിപ്പ് മൂന്നാർക്ക്. വൺ ഡേ ട്രിപ്പല്ല, നാളെ വൈകിട്ട് അല്ലെങ്കിൽ മറ്റന്നാൾ എത്തുള്ളൂ കേട്ടോ. അപ്പോൾ അത് എത്തുമ്പോഴുള്ള വിശേഷം ഞാൻ അപ്പം പറയാം. അങ്ങനെ അവർ രാവിലെ എണീറ്റ് പോയി. ശരിക്കും 6:30 പോകണമെന്ന് പറഞ്ഞെങ്കിലും എനിക്ക് തോന്നുന്നു 7 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ. അങ്ങനെ അവർ പുറപ്പെടാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ വേഗം നേരത്തോടെ എണീറ്റു അവരെ യാത്രയാക്കാനായിട്ട്. അപ്പോൾ എല്ലാ ഡ്രസ്സ് മാറി കഴിഞ്ഞതിന് ശേഷമാണ് എന്നെ വിളിച്ചത്. അപ്പോൾ ഡിവൈൻ്റെ പുതിയ ഡ്രസ്സാട്ടോ. അപ്പോൾ ഇത് ശരിക്കും പലാസോ ആണ്, താഴെ ലൂസ് പാൻറ്റാണ്, ബോട്ടമാണ്. പക്ഷേ ഡിവൈൻ പറഞ്ഞു ഇരിക്കാൻ സൗകര്യത്തിന് ഇത് മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇട്ടിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ മൂന്നാർക്കാണ് അവർ പോയത്. ഇപ്പോൾ ഇതേ സേഫായിട്ട് അവിടെ എത്തി. അവരിത് വിശ്രമിക്കുകയാണ്. കോളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ദേ രാവിലെ അപ്പോൾ തോമുവിനാണ് ട്രിപ്പ് പോകാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആൾ കേട്ടോ. അപ്പോൾ തോമു ഇപ്പോൾ എവിടെയെങ്കിലും പോകണമെന്ന് പറഞ്ഞാൽ അവൻ അപ്പയുടെ പോലെയാണ്, ഗൂഗിൾസൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഇറങ്ങുക. ചാക്കോച്ചൻ ദേ ഓൾറെഡി കയറി ഇരുന്ന് കഴിഞ്ഞു. അപ്പോൾ ഇവിടെ നിന്ന് ഇവർ റിജോൻ്റെ ഫ്ലാറ്റിൽ പോയിട്ട് അവിടെ നിന്ന് മറ്റേ ജിപ്സീനെയും ഡുഡുമോളെയും ഉണ്ണിക്കുട്ടനെയും റിജോനെയും കൂടി കയറ്റി അവിടെ നിന്നാണ് തോന്നുന്നുണ്ട് അവരുടെ സ്റ്റാർട്ടിങ്. ഇപ്പോൾ ഈ പ്രാവശ്യം ടെമ്പോ ട്രാവലറിലാണ് പോണത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഡ്രൈവ് ചെയ്ത് ആർക്കാർക്കും വിഷമം വേണ്ടാന്ന് വിചാരിച്ചിട്ട്. പിന്നെ റിജോൻ്റെ മോളുണ്ട്, ഡുഡുമോളെ ഈ പ്രാവശ്യം കൊണ്ടുപോകുന്നുണ്ട്. അവളൊരു വയ്യാത്തൊരു മോളാണ് കേട്ടോ. അപ്പോൾ പക്ഷേ അതൊന്നും നോക്കാണ്ട് റിജോ എല്ലായിടത്തേക്കും മോളെ കൊണ്ടുപോകുന്നതാണ്. പക്ഷേ കുറച്ച് നാളായിട്ട് മമ്മി പോയതിന് ശേഷം അങ്ങനെ അധികം പുറത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവർ ഈ പ്രാവശ്യത്തെ ട്രിപ്പിൽ അവളും ഉണ്ട് കേട്ടോ. അവളും എൻജോയ് ചെയ്ത് പോയ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടായിരുന്നു. അങ്ങനെ അവർ രാവിലെ ഇറങ്ങി. പിന്നെ അപ്പോൾ ഡാഡി എന്നോട് പറഞ്ഞു കുറച്ച് നേരം കൂടി കിടന്നിട്ട് എണീറ്റോ, വേറെ പരിപാടികളൊന്നും ഇല്ലല്ലോ എന്ന്. പക്ഷേ ഞാൻ നോക്കിയപ്പോൾ വേണ്ട, കാരണം ഡിംപിൾ രാവിലെ അവിടെ നിന്ന് പോരുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് അവരിതേ അങ്ങനെ അങ്ങോട്ട് പോയി കേട്ടോ. അങ്ങനെ ഞാൻ വേഗം അകത്ത് കയറി. പിന്നെ നമ്മുടെ പതിവ് പരിപാടികൾ. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും നിങ്ങൾക്കറിയാം ഞാനിങ്ങനെ കയറുമ്പോൾ അവിടെ ഇതിരിക്കുന്നുണ്ടാവും, പേപ്പർ ഉണ്ടാവും. അപ്പോൾ ഞാൻ പേപ്പറിൻ്റെ ഡേറ്റ് അനുസരിച്ചാണ് ഇപ്പോൾ എല്ലാ ദിവസവും ഞാൻ കാര്യങ്ങൾ തുടങ്ങി വെക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് എനിക്ക് തോന്നി തുടങ്ങിയതാണ്. കാരണം ഞാൻ എപ്പോൾ വരുമ്പോൾ ആ പേപ്പർ മുമ്പിലുണ്ടാവും. എന്നാൽ പിന്നെ ആ ഡേറ്റും കാര്യവും ആയിക്കോട്ടെ എന്ന് വിചാരിക്കും ഞാൻ കേട്ടോ. അങ്ങനെ ഞാൻ രാവിലെ നോക്കിയപ്പോൾ അവർ കട്ടൻ മാത്രം കുടിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അത് മതി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് പതിവ്. രാവിലെ ഡാഡിയാണ് മിക്കവാറും ഈ വെള്ളം ഇതിൽ ഒഴിച്ച് കളയാറ് കേട്ടോ. നിങ്ങൾ ചോദിക്കാറില്ല ഈ വെള്ളം എന്താ ചെയ്യുക എന്നുള്ളത്. ഒന്നും ചെയ്യില്ല, അവിടെ അത് ഒഴിച്ച് കളയും. അങ്ങനെ തന്നെ ഞാൻ വേഗം മാതാവിൻ്റെ അവിടെ തിരികെത്തിച്ച്. ഞാൻ കുറേ പേര് എന്നോട് ചോദിക്കാറുണ്ട് എന്താണ് സാധാരണ ഇങ്ങനെ തിരികെത്തിയോ. വേറെ ഒന്നുമില്ല, ഞാൻ ആ തിരികെത്തിച്ച് ഒരു നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലും. അപ്പോൾ അത് ചൊല്ലി കഴിയുന്നതോട് കൂടിയിട്ട് ഞാൻ അപ്പം തന്നെ ആ തിരി ഞാൻ കെടുത്തും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മറന്നിട്ട് പോയി കഴിഞ്ഞാൽ അത് അപകടം വരുത്തും. അപ്പോൾ അതുകൊണ്ട് അത് കഴിഞ്ഞ് അങ്ങനെ ഊതിക്കെടുത്തി. എനിക്ക് സൗകര്യമില്ലാത്ത സമയമാണെങ്കിൽ ഞാൻ ആ സമയത്ത് മെഴുകുതിരി കത്തിക്കാനും നിൽക്കില്ല. എപ്പോഴാണോ എനിക്ക് സമയം കിട്ടുന്നത് അപ്പോൾ രാവിലെ തന്നെ കേട്ടോ. അങ്ങനെയാണ് എൻ്റെ ശീലം കേട്ടോ. അങ്ങനെ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴേക്കും ഡാഡി ഇതേ ഓൾറെഡി ഡൈ ഇട്ടു. ഞാൻ ഇന്നലെ രാത്രി ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് രാവിലെ ഇട്ടിട്ട് പിന്നെ തല കുളിക്കാമെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര മടിയാണ്. അപ്പോൾ രാത്രിയിലാകുമ്പോൾ എൻ്റെ ആ കുളിയോട് കൂടിയിട്ട് ആ പരിപാടി അങ്ങോട്ട് കഴിയുമല്ലോ. അപ്പോൾ ഞാൻ പറയാറില്ല എപ്പോഴും ഒരു കാക്ക വരുമെന്ന്. ആ കാക്ക വന്നിട്ട് അതിൻ്റെ ഉള്ളിലത്തെ വെള്ളം കുടിക്കുകയാണ് കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ വിചാരിച്ചു എൻ്റെ പരിപാടികളൊക്കെ നേരത്തെ കഴിഞ്ഞ നിലയ്ക്ക് ഫ്രിഡ്ജൊന്നും ഒതുക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ ഇറച്ചിയും മീനൊന്നും ഇനി വേണ്ട. അപ്പോൾ ഇന്നൊരു ദിവസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ തൊട്ട് അങ്ങോട്ട് എടുക്കാം. നാളെ അല്ലെങ്കിൽ തിങ്കളാഴ്ച തൊട്ടാണ് ശരിക്കും. എന്നാലും ഒന്നും വാങ്ങിക്കണ്ടെന്ന് വിചാരിച്ചു. ഫ്രിഡ്ജ് അങ്ങോട്ട് ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. പട്ടികളുടെ മാത്രം അതിൻ്റെ ഉള്ളിൽ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ച് മൊത്തം നോക്കിയപ്പോൾ കാര്യമായിട്ടൊന്നുമില്ല കേട്ടോ ഫ്രിഡ്ജിൽ. പിന്നെ കുറേ പഴയ മയോണൈസ് അത് ഇതൊക്കെ ഉണ്ടായിരുന്നു. ഒക്കെ ഞാൻ എടുത്ത് പുറത്തിട്ട് പാത്രങ്ങൾ കഴുകാനായിട്ട് അവിടെ ഇട്ടു. കാരണം നമ്മൾ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് എടുത്ത് വെക്കേണ്ടേ. ഒന്നാമത് പഴയ സാധനങ്ങൾ അങ്ങനെ അധികം എടുത്ത് വെക്കാറില്ല. പിന്നെ എടുത്ത് വെക്കാറുള്ളത് അവർക്ക് ചോറ് കൊടുക്കുമ്പോൾ കൊടുക്കാനാണ്. അപ്പോൾ ഇനി ഞാൻ നോക്കിയപ്പോൾ അതും വേണ്ട, എന്തിനാ അതെന്ന് വിചാരിച്ചിട്ട് കംപ്ലീറ്റ് കളഞ്ഞു. അപ്പോൾ നമ്മുടെ ചെമ്മീൻ കവർ പൊട്ടിച്ചിട്ട് കുറച്ചിരിക്കുന്നുണ്ടായിരുന്നു. അത് ഞാൻ അതിൻ്റെ ബോക്സിലിട്ടിട്ട് അതും ഫ്രീസറിലേക്ക് എടുത്ത് വെച്ചു. നമ്മുടെ പൊടിച്ചെമ്മീൻ കേട്ടോ. ഇത് ബാക്കി ഉണ്ടായിരുന്നു, പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് മീൻ. അത് അല്ലറ ചില്ലറ തല അങ്ങനെയുള്ള കഷ്ണങ്ങളാണ്. ഞാൻ വിചാരിച്ചു ഇനി അത് വെക്കണ്ട, ഒന്നെങ്കിൽ അവർക്ക് വേവിച്ച് കൊടുക്കാം അല്ലെങ്കിൽ അത് കളയാം. പക്ഷേ ഞാൻ കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഒരു വല്ലാത്തൊരു മണം. ഞാൻ നോക്കിയപ്പോൾ വേണ്ട, എന്തിനാ വെറുതെ ആ ഒരു മീനിൻ്റെ മണം കൂടി മൊത്തം ആവണ്ട വെച്ചിട്ട് ഞാനത് ഒന്നുമില്ല. അയിലയുടെ തല അവർ നന്നാക്കി തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് വേണമെങ്കിൽ ചാറ് വെക്കാൻ ഇവിടെ അങ്ങനെ നിങ്ങൾ അറിയാം, അങ്ങനെ ചാറ് വെച്ച് കഴിക്കാൻ വലിയ ഇഷ്ടമില്ല. അങ്ങനെ ഞാൻ വേഗം കാപ്പി വെച്ച് ഞാനും ഡാഡി കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബ്രെഡ് ഉണ്ടായിരുന്നു, ദോശമാവും ഉണ്ടായിരുന്നു കേട്ടോ.
അങ്ങനെ ഞാൻ കുറച്ച് ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ പൊട്ടിച്ചിടാന്ന് വെച്ചപ്പോൾ ഇത് നോക്കിയപ്പോൾ ചോക്കോ ബേക്സ് നല്ല ടേസ്റ്റുള്ള പണ്ടൊരു ടിം ടാം എന്ന് പറഞ്ഞിട്ട് ഗൾഫിൽ നിന്നൊരു സംഭവം കൊണ്ടുവരും, അതിൻ്റെ വേറൊരു വെർഷൻ, അതായത് ഫുൾ ചോക്ലേറ്റ് ആയിട്ടുള്ള ഒരു തരം കേക്കാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. വാങ്ങിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് വാങ്ങി ടേസ്റ്റ് ചെയ്ത് നോക്കിയോളൂ. ചോക്കോ ബേക്സ് ആണ് കേട്ടോ. അതിൻ്റെ തന്നെ ചോക്കോ ഫിൽസ് ഉണ്ട്, അതല്ല ഇത്. അപ്പം ഞാൻ 5 പീസ് ബ്രെഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഫസ്റ്റ് രാവിലെ ഇപ്പോൾ കുഴപ്പം കഴിഞ്ഞു, എന്നാൽ പിന്നെ 2 പീസ് ബ്രെഡ് കഴിക്കാൻ വെച്ചിട്ട് ഞാൻ ബട്ടർ തേച്ച് ഒന്ന് ചൂടാക്കി 1 ഗ്ലാസ് കോഫിയും ഇതും കുടിച്ച് എന്താ പറയുക അങ്ങനെ ഇരുന്നു. പിന്നെ ഒരു പീസ് ഉണ്ടായിരുന്നത് ഞാൻ ബട്ടർ തേച്ച് അങ്ങോട്ട് മാറ്റി വെച്ചു, കാരണം അതും ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതും അങ്ങോട്ട് മാറ്റി വെച്ച് ഞാൻ ചായ കുടിക്കുമ്പോഴാണ്, അതായത് 8:35 ആയപ്പോഴാണ് ഡാഡിക്ക് ഫോൺ വന്നത്. ഗേറ്റ് തുറക്ക്, ഞാൻ ദേ ഇവിടെ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഡാഡിക്ക് ഫോൺ വന്നു ഡിമ്പിളിൻ്റെ. അപ്പം ഞങ്ങൾ പോരുമ്പോൾ അവൾ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല, സർപ്രൈസായിട്ട് വരാൻ നിൽക്കായിരുന്നു. ഇത്ര നേരത്തെ വരുന്നു ഞങ്ങളും പ്രതീക്ഷിച്ചില്ല കേട്ടോ. അങ്ങനെ ദേ നമ്മുടെ ചാക്കോച്ചൻ പോയിട്ട് ഫോട്ടോസ് അയച്ചതാണ് കേട്ടോ. അപ്പോൾ മിടുക്കനായിട്ട് എന്താ പറയുക, തോമു ഉറങ്ങി എന്ന് പറഞ്ഞു, ചാക്കോച്ചൻ എന്തായാലും മിടുക്കനായിട്ട് ഇരിക്കണം. അപ്പോൾ അവർ എല്ലാവരും കൂടി പോയവരുടെ ഫോട്ടോസ് ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അവരുടെ 4 ഫ്രണ്ട്സ് നിങ്ങളറിയുന്നവർ ഈ കൂട്ടത്തിലുണ്ടാവും. റിജോ ഉണ്ട്, ജിജോ ഉണ്ട്, ജോമോനുണ്ട്, ഡോൺ ഉണ്ട്. അപ്പോൾ O4 എന്നാണ് ഇവർ. പിന്നെ O5 എന്നാക്കി, പിന്നെ റിജോൻ്റെ ചേട്ടൻ അവനും കൂടി ആയപ്പോൾ O5 എന്നാക്കി. ഇവരാണ് 4 ഫ്രണ്ട്സ് ഉള്ളത് കേട്ടോ. അപ്പോൾ അവരുടെ ഭാര്യമാരും മക്കളുമാണ് ഇവർ ഈ കണ്ടവർ ഉള്ളത്. ഇതാണ് നമ്മളുടെ ഫ്രണ്ട്സിൻ്റെ ഗ്യാങ്, ഡോണിൻ്റെ ഫ്രണ്ട്സിൻ്റെ ഗ്യാങ്. ഇതിലിപ്പോൾ ഡുഡുമോളില്ല, ഡുഡുമോൾ അവിടെ റെസ്റ്റ് ചെയ്യും, താഴെ എവിടെയെങ്കിലും ഇരുത്തിയിട്ടുണ്ടാവും കുട്ടിയെ, അതുകൊണ്ടാണ് അവളെ കാണിക്കാത്തത് കേട്ടോ. അവളാണ് മൂത്ത പേരക്കുട്ടി, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മൂത്ത പേരക്കുട്ടി അവളാണ് കേട്ടോ. അങ്ങനെ ദേ നോക്കി നിൽക്കുമ്പോഴേക്കും ഒരു സെറ്റ് അങ്ങോട്ട് പോയപ്പോൾ അടുത്ത സെറ്റ് ഇതാ വരുന്നു, ഡിംപിളും പാച്ചും കൂടിയിട്ട്. അപ്പോൾ ഈ വണ്ടി ഇവരുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു വണ്ടിയാണ് കേട്ടോ. അപ്പോൾ ആൻസനോ ഡ്രൈവറോ ഇല്ലാത്ത പക്ഷം ഡിംപിളിപ്പോൾ ഈ വണ്ടിയിലാണ് വരവും പോക്കൊക്കെ. അപ്പോൾ നമ്മൾക്കും അവിടേക്കും ഒക്കെ സേഫാണ്, അറിയുന്ന ഒരു വണ്ടിയിൽ വരുന്നത്. പിന്നെ ഇപ്പോൾ ഊബറൊക്കെ ഉള്ളത് കൊണ്ട് അങ്ങനെ പ്രശ്നമില്ല. എന്നാലും ഡിമ്പിൾ പറയും എനിക്ക് ഈ ചേട്ടൻ്റെ വണ്ടിയിൽ ഈ വണ്ടിയിൽ വരുമ്പോൾ തൊട്ടടുത്താണ്, അപ്പോൾ അവിടുന്ന് എവിടെയെങ്കിലുമൊക്കെ ഇറങ്ങിയിട്ട് വരാം. അപ്പോൾ ഇന്ന് മോൻ്റെ അടുത്തൊക്കെ ഇറങ്ങിയിട്ടാണ് വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഊബർ ആകുമ്പോൾ അങ്ങനെ പറ്റില്ല, അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് ആവശ്യമുള്ളിടത്തൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് വരാമല്ലോ എന്ന് പറഞ്ഞ് വന്ന് ഇറങ്ങി. അപ്പോൾ എന്താ പറയുക, ഭയങ്കര അവന് ആദ്യം ഭയങ്കര നാണായിരുന്നു കേട്ടോ വന്നിട്ട്. പിന്നെ വന്നപ്പോൾ കുറച്ച് ദിവസമായില്ലേ കണ്ടിട്ട്, അപ്പോൾ അതിൻ്റേതായ ഒരു കൊഞ്ചലും. പിന്നെ അതേ പോയി ജീപ്പിലൊക്കെ കയറിയിരുന്നു. അപ്പോൾ ഇന്നലെ ഞാൻ കാണിച്ചില്ലേ കിടന്നുറങ്ങുമ്പോൾ അതേ ഇതിട്ടിട്ട് കിടന്നുറങ്ങാന്ന്, ആ ഇട്ട ഡ്രസ്സ് ഇട്ടിട്ടാണ് അതേ കയറി വന്നേക്കുന്നത് കേട്ടോ. ഇനി വന്ന് ഡ്രസ്സ് മാറി ബ്രഷ് ചെയ്ത് അവിടുന്ന് ഒരു ബ്രഷിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പക്ഷേ അവനെങ്ങനെ വെച്ച് പല്ലിൻ്റെ സംഭവമുള്ള കാരണം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ബ്രഷ് ചെയ്യണം, കിടക്കുമ്പോഴും ബ്രഷ് ചെയ്യണം, അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ ദേവൻ വന്ന ആ ഒരു പൂതിക്ക് ജീപ്പൊക്കെ എടുത്ത് ഓടിച്ച്. അപ്പോൾ അവൻ്റെ ജീപ്പ് വേറൊരു പാറ്റേണാണ്, ഇത് വേറെ പാറ്റേണാണ്. അപ്പോൾ നമ്മളൊക്കെ ഉള്ളത് പുറത്ത് പോകുമ്പോഴും തിരിച്ച് വരുമ്പോഴും കുരിശ് വരച്ചിട്ടാണ് നമ്മൾ അകത്ത് കയറുകയും പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്യുക കേട്ടോ. അപ്പോൾ ആ ഒരു സംഭവമാണ് ഇപ്പോൾ ഈ കണ്ടത്. അപ്പോൾ ഡിമ്പിളിൻ്റെ ഡ്രസ്സ് ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. മുമ്പ് ഏതോ ഒരു ഇതിലിട്ടപ്പോഴും കുറേ പേര് പറഞ്ഞായിരുന്നു ഇഷ്ടമായിരുന്നു. അപ്പോൾ ഇവിടെ പാച്ചു നോക്കി ദേ വന്നിട്ട് അവന് ഭയങ്കര അത്ഭുതം, അവൻ്റെ റൂം കണ്ടിട്ട് ആകെ മാറി. കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമായി. നമ്മൾ പറയില്ലേ കുട്ടികൾക്ക് ഇത് എന്താണ് ഏതാണെന്നൊന്നും അറിയില്ല, അവർ കണ്ടപ്പോൾ നല്ല കൗതുകം തോന്നി. അപ്പോൾ അവർക്കത് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ ഞാനൊരു കാര്യം പറയാണ്ടിരിക്കാൻ വയ്യ. ഇന്നലെ ഒരു കുട്ടി ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ സ്റ്റിക്കർ ഒട്ടിക്കണത് ഭയങ്കര എന്താ പറയുക, ഭയങ്കര നല്ല രീതിയിലല്ല ആ കുട്ടി അത് മെൻഷൻ ചെയ്തത്. അപ്പോൾ അതിൻ്റെ താഴെ 2-3 കുട്ടികൾ പരിഹസിച്ച പോലെ 1-2 മെസ്സേജ്, ഇപ്പോഴും ആ മെസ്സേജ് ആ കമൻറ്റ് ബോക്സിൽ അവിടെ എടുക്കുന്നുണ്ട്. കണ്ടം വെച്ച കൂട്ട് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട്. എന്നെ സംബന്ധിച്ച് ആരെന്ത് പറഞ്ഞാലും യാതൊരു പ്രശ്നവുമില്ല. കാരണം ഒന്നാമത് എനിക്ക് ഈ പ്രായമായി, പിന്നെ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഇത് ഭംഗി കൂട്ടാനല്ല വൃത്തികേട് മാറ്റാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അതിനേക്കാൾ സന്തോഷമായിട്ടുള്ളൊരു കാര്യം, ഞാൻ ഇന്നലെ ആ പറഞ്ഞ കാര്യങ്ങൾ ഒരു 3-4 കുട്ടികൾ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചു. അതുകൂടാണ്ട് കമൻസിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട്. കുറേ പേർക്ക് ഞാൻ ആ പറഞ്ഞ കാര്യം ഭയങ്കര സന്തോഷമായി എന്ന് പറഞ്ഞു. അത് ആ കുട്ടികളെ എതിർത്ത് പറഞ്ഞതിലല്ല കേട്ടോ സന്തോഷം. ഇനിയിപ്പോൾ അത് തെറ്റിദ്ധരിക്കേണ്ട, അതല്ല സന്തോഷം പറഞ്ഞത്. നമ്മൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് വല്ല കാശും ഇല്ലാത്ത കാശും മുടക്കി ആർഭാടം കാണിക്കുക അല്ലെങ്കിൽ ആഡംബരം കാണിക്കുക, അത് ചെയ്യാത്ത അത് അവർക്കൊക്കെ ഭയങ്കര സന്തോഷമായി അത് കേട്ടപ്പോൾ എന്ന് പറഞ്ഞു. കാരണം ഞാൻ പറഞ്ഞത് 100% ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ, നാളത്തെ കാര്യം നമുക്കറിയില്ല, ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. നമ്മൾ നമ്മളുടെ കയ്യിലുള്ള കാര്യം വെച്ച് ജീവിച്ചാൽ നമുക്ക് സ്വസ്ഥതയോടുകൂടി ജീവിക്കാം. അത് നിങ്ങളെപ്പോഴും അതൊരു മനസ്സിലെപ്പോഴും ഇങ്ങനെ ഇല്ല ഞാൻ എൻ്റെ കയ്യിലുള്ളത് വെച്ച് ജീവിക്കൂ എന്ന് പറഞ്ഞ് പഠിച്ചാൽ നിങ്ങളുടെ ജീവിതം ധന്യമാകുമെന്ന് തന്നെ പറയാം. ഇത്തിരി എന്താ പറയുക, ഇത്തിരി സാഹിത്യത്തിൽ തന്നെ പറയാം. അപ്പോൾ അങ്ങനെ ഇന്നിപ്പോൾ പരിപാടികളൊക്കെ കഴിഞ്ഞു.
ഉച്ചയ്ക്ക് അപ്പോൾ ചോറുണ്ണാനായിട്ട് ഞാൻ ഡാഡിയോട് പറഞ്ഞായിരുന്നു, ഡാഡി ഒരു പൊതിച്ചോറ് കൊണ്ടുവന്നാൽ മതി, കാരണം കാര്യമായിട്ടൊന്നും വേണ്ട, ഇനിയിപ്പോൾ വെക്കാനും എടുക്കാനും ഒന്നും നിൽക്കണ്ട, എന്തായാലും ഒരു യാത്രയുണ്ട്, അപ്പോൾ അത് എന്തായാലും നമുക്ക് ഒന്നിച്ച് പോവാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ അടുത്ത സ്റ്റിക്കറും കാര്യങ്ങളും വന്നു. അപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇനിയും കുറേ സ്റ്റിക്കേഴ്സും കാര്യങ്ങളും ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്കൊരു ചിന്തയുണ്ടാവും, ഈ സ്റ്റിക്കർ വെറും വില കുറഞ്ഞ തരം സാധനമാണെന്ന്. അല്ല, ഇതിന് അത്യാവശ്യം വിലയുണ്ട് കേട്ടോ. കാരണം ഇതിനെക്കുറിച്ച് അറിയാത്തവർക്ക് വേണമെങ്കിൽ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ്, ഇത് അത്യാവശ്യം വിലയുള്ള സാധനമാണ്. കാരണം ഒരു സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ ഒരു ഇത്ര സെൻറ്റിമീറ്ററിനാണ് അതിൻ്റെ വില. അപ്പോൾ ശരിക്കും ഒരു റൂമിൽ ശരിക്കും ചെയ്ത് വരുമ്പോൾ ഒരു 2000-2500 രൂപ മിനിമം, കുറവാണ് ഞാൻ പറയണത്, അത്രയ്ക്കെങ്കിലും ആവും. അപ്പോൾ നിങ്ങൾക്കൊരു ചിന്തയുണ്ടാവും, ഒരു കുട്ടി പറഞ്ഞു ചായക്കടയിൽ പോസ്റ്റർ ഒട്ടിച്ച പോലെ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ലേ, നമ്മളുടെ വീട് എത്ര ചെറുതായാലും വലുതായാലും അതെങ്ങനെ വൃത്തിയായി നോക്കണോ അതാണ് അതിൻ്റെ ഒരു എന്താ പറയുക മഹത്വം എന്ന് പറയുന്നത്. അല്ലാണ്ട് വലിയ വീട് വെച്ചിട്ട് അത് കണ്ണി കണ്ട പോലെ ഇടുക, അല്ലെങ്കിൽ കുറേ കടം വരുത്തിയിട്ട് അത് കയ്യിൽ നിന്ന് അതൊന്നുമല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾക്ക് എത്ര ചെറിയ വീടായാലും വലിയ വീടായാലും അത് ഏറ്റവും ഭംഗിയിൽ വൃത്തിയിൽ സൂക്ഷിക്കുക എന്നുള്ളതാണ്. അതാണ് നമ്മൾ ചെറുപ്പത്തിലെ തൊട്ട് പഠിച്ചിട്ടുള്ളതും നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളതും. നിങ്ങളും ചെയ്യേണ്ടത് അത് തന്നെയാണ്. കാരണം കുറേ കുട്ടികൾ എന്നോട് അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം അവരിലും കുറേ പേരിങ്ങനെ കുറേ കാര്യങ്ങൾ അനുഭവിക്കുന്നവർ, അവരുടെ അനുഭവങ്ങളൊക്കെ എന്നോട് പങ്കുവെച്ച് എന്നിട്ട് അവർ ഈ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാവുകയും ചെയ്തത്. കാരണം ഞാൻ പറഞ്ഞത് കൊണ്ട് 1-2 പേർക്കെങ്കിലും അത് എന്താ പറയുക സന്തോഷമായിട്ട് തോന്നിയെങ്കിൽ, 1-2 ഞാൻ പറഞ്ഞില്ലേ 4 പേര് എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചു എന്നാണ്. അപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമായിട്ടോ. അപ്പോൾ നമ്മൾ പറയില്ലേ, 1-2 ആൾ എന്തെങ്കിലും ഒരു നെഗറ്റീവ് പറയുമ്പോൾ 2 പേരും 3 പേരും അപ്പുറത്ത് നിന്ന് ഏറ്റവും ഭംഗിയുള്ള 4 കാര്യം പറയുമ്പോൾ നമുക്ക് ഏറ്റവും സന്തോഷം അത് കേൾക്കാനാണ് കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാൻ വേഗം തുണികളൊക്കെ വാഷ് ചെയ്യാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ എന്തോ ഇന്നത്തെ ഒരു ദിവസം എനിക്ക് ഒരു പണിയില്ല എന്ന് തോന്നിയിട്ടോ. കാരണം നിങ്ങൾക്കറിയാം, രാവിലെ ഞാൻ വെറുതെ ബ്രെഡ് ബട്ടർ ടോസ്റ്റ് ചെയ്തിട്ട് അത് കഴിക്കുകയാണ് ചെയ്തത്, കാപ്പി മാത്രമേ വെച്ചിട്ടുള്ളൂ. പിന്നെ ഉച്ചത്തേക്ക് ഞാൻ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. എനിക്ക് പാക്കിങ് കുറച്ചുണ്ടായിരുന്നു, ഡിവൈൻ്റെയും വെച്ച് പോയിട്ടുണ്ടായിരുന്നു, ഡിമ്പിളിൻ്റെ ഉണ്ടായിരുന്നു, എൻ്റെതും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ പാക്ക് ചെയ്യാനായിട്ട് ഞാൻ ഇരുന്നു. അതൊഴിച്ച് എനിക്ക് വേറെ പ്രത്യേകിച്ച് പണികളൊന്നും ഇന്നുണ്ടായിരുന്നില്ല. പിന്നെ ഈ ഉണങ്ങിയ പാത്രങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ സീൽ ചെയ്തിട്ടാണ് കയറ്റി വയ്ക്കുക, അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ മൂടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോവും. അപ്പം അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നോക്കിയപ്പോൾ ഡിമ്പിളിനെ ഒന്ന് ത്രെഡ് ചെയ്യാനൊക്കെ ആയിട്ട് പോകണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ കണ്ടത് രാവിലെ വട വാങ്ങിയതാണ് കേട്ടോ. ഇതാണ് ബിരിയാണി വാങ്ങിയത്. അപ്പോൾ ഡിമ്പിൾ വന്നപ്പോൾ അവൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാണ്ട് വന്ന് രാവിലെ വന്നു എന്ന് പറഞ്ഞപ്പോൾ ആ നേരത്തെ സംഭവം ദോശമാവ് ഉണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ദോശമാവ് ഉണ്ടായിരുന്നെങ്കിലും അവൾക്ക് വട തിന്നാൻ, പാച്ചുവിന് വട വലിയ ഇഷ്ടം. അപ്പോൾ പിന്നെ ഡാഡി പോയിട്ട് വട വാങ്ങിയിട്ട് വന്നു കേട്ടോ. അതാണ് രാവിലെ കഴിച്ചത്. അപ്പോൾ ഡിമ്പിളിനെ ത്രെഡ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ത്രെഡ് ചെയ്ത് തിരിച്ച് വരും വഴിക്ക് ബിരിയാണി കൊണ്ടാണ് വന്നേട്ടോ. അപ്പോൾ ഇത് ഞാനൊരു വിഷ് ചെയ്യണതാണ്, അത് ഞാൻ ലാസ്റ്റിൽ എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്ക് സുഖമായിട്ടൊക്കെ ഒന്ന് കിടന്നുറങ്ങിയതിന് ശേഷം ഇത് പാച്ചുട്ടൻ അപ്പാപ്പൻ്റെ തോളത്ത് കിടന്നുറങ്ങാം. അപ്പം ഞാൻ ഇപ്പോഴാണ് എൻ്റെ ഫേസ് ഓക്കെ ആയത്. ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഈ സമയത്തൊക്കെ ഭയങ്കര വിഷമമായിട്ടുണ്ടായിരുന്നത് എൻ്റെ ഫേസ്. ശരിക്കും ഒരാഴ്ച കൊണ്ട് മാറി. പക്ഷേ ഇന്ന് എനിക്കൊരു സംശയം, നീരാണോ തടി വെച്ചതാണോ എന്ന്. തടി വെച്ചതാവാനാ വഴി. കാരണം അങ്ങനെ പ്രത്യേകിച്ച് ഡയറ്റിങ്ങോ അല്ലെങ്കിൽ എന്താ പറയുക തിന്നാൻ പറ്റാണ്ടിരിക്കുകയൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തടി വെച്ചതാവും. അപ്പോൾ ഡിമ്പിൾ പറയായിരുന്നു, മമ്മി ഒന്ന് തടി വെച്ചതാണെന്ന് തോന്നുന്നുണ്ട്, മുഖമൊക്കെ വലിയ വട്ടം പോലെ ആയില്ലോ എന്നുള്ളത്. അങ്ങനെ ഞങ്ങളിതാ ഇന്ന് ഇറങ്ങി. അപ്പോൾ ഇന്ന് കുറച്ച് സ്ഥലങ്ങൾ പോകാണ്ടായിരുന്നു. അപ്പോൾ എല്ലാ പോയ സ്ഥലങ്ങളും എനിക്കിപ്പോൾ ഞാൻ കാണിക്കില്ല, ഞാൻ സർപ്രൈസായിട്ട് പിന്നീട് ഒരിക്കൽ ഞാൻ പറയാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പിന്നെ പോയത് 1-2 സ്ഥലത്ത് പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പോയത് ശോഭയിലേക്കാണ്. അപ്പോൾ ഒരു ചേഞ്ച് ആയിക്കോട്ടെ. അപ്പോൾ ഡിമ്പിൾ ആദ്യം പറഞ്ഞത് ബിനി ടൂറിസ്റ്റ് ഹോമിലേക്ക് പോകാമെന്നാണ് പറഞ്ഞത്. പിന്നെ ഞങ്ങൾ പോണത് ശോഭയുടെ ആ പരിസരത്തേക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്നാൽ ശോഭയിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നും ഞങ്ങൾ അച്ഛൻ്റെ വീട്ടിലേക്കൊന്ന് പോകാമെന്ന് വിചാരിച്ചു. പക്ഷെ നടന്നില്ല. 1-2 ഷോപ്പിൽ കയറി ഇറങ്ങി വന്നപ്പോഴേക്കും ലേറ്റായി. അപ്പോൾ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ നെസ്റ്റോൻ്റെ അതിൽ വരാമെന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ അവിടെ റോഡ് ബ്ലോക്ക് ആയതുകൊണ്ട് പൂങ്കുത്തത്തുനിന്ന് ഞങ്ങളെ തിരിച്ച് വിടുക ചെയ്തത്. അതുകൊണ്ട് കേരളവർമ്മ വഴി വന്ന് അയ്യന്തോൾ വഴി കയറിയിട്ടാണ് ഞങ്ങൾ ശരിക്കും ശോഭയിലേക്ക് വന്നത് കേട്ടോ. അപ്പോൾ മെയിനായിട്ട് ഇന്ന് ഞാൻ ഇറങ്ങിയത് ഡിമ്പിളിൻ്റെ ബർത്ത്ഡേ ആണ്, മാർച്ച് 15-ാം തീയതി. അപ്പം ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് അവൾക്ക് ഇഷ്ടമുള്ളത് വാങ്ങിക്കാം എന്ന് വിചാരിച്ചിട്ടാണ്. 32ാമത്തെ വയസ്സായി. ഇന്ന് വരെ ഒരു വർഷം പോലും ഒന്നും കൊടുക്കാണ്ടിരുന്നിട്ടില്ല. അതിനുള്ള ഭാഗ്യം ഞാൻ കുട്ടികളോടും പറയും, ഡോണായാലും ഡിമ്പിളിനായാലും
അതിപ്പോൾ കല്യാണം കഴിഞ്ഞ ആ വർഷം തൊട്ട് ഡാഡിക്കായാലും എനിക്കായാലും എൻ്റെ പിന്നെ കുഞ്ഞിലേ തൊട്ടുണ്ട് എന്ന് വയ്ക്കാം. ഞാൻ ചെറുപ്പത്തിലെ എനിക്ക് കിട്ടിയ പോലെയാണ് എൻ്റെ മക്കളെ ഞാൻ രണ്ടുപേരെയും കൂടെ ഡാഡിയുടെ കാര്യങ്ങൾ നോക്കണത് കേട്ടോ. അപ്പോൾ എന്നും ആ ദിവസം ഒന്ന് കേക്ക് കട്ട് ചെയ്യുക, എന്തെങ്കിലും ഇന്ന് പുറത്ത് പോയി ഭക്ഷണം കഴിക്കുക, എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കുക, ഒരു പുതിയ ഡ്രസ്സ് ഇടുക. ഇതിങ്ങനെ കുഞ്ഞിലേ തൊട്ട് ഞാൻ 3 പേരെയും ശീലിപ്പിച്ചിട്ടുള്ള ഞാനും അത് തന്നെയാണ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഞാൻ ഡിമ്പിളിന് എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഇപ്പോൾ തൽക്കാലം ഒന്നും വേണ്ട എന്ന് പറഞ്ഞു നിന്നു. അപ്പോൾ ഇനി ഞാൻ നോക്കിയപ്പോൾ സമയമുണ്ടല്ലോ, 15-ാം തീയതിയാണ് ബർത്ത്ഡേ. അപ്പോൾ അതുവരെ സമയമുണ്ട്. അപ്പോൾ അപ്പോഴത്തേക്ക് നമുക്ക് എന്തിട്ടെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ശോഭയിൽ കയറി. പിന്നെ ഡിമ്പിളിൻ്റെ എന്തോ കുഞ്ഞ് ബേബീസിനുള്ള എന്തൊക്കെയോ 1-2 കൂട്ടം പർച്ചേസ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾക്കൊക്കെ പോയി. അവിടെ നിന്ന് ഞങ്ങളിത് അതൊക്കെ ഡിമ്പിളിൻ്റെ വീഡിയോസിലുണ്ടാവും കേട്ടോ, കംപ്ലീറ്റ് കാര്യങ്ങൾ. അവിടെ നിന്ന് ഞങ്ങളത് ഫുഡ് കോർട്ടിൽ പോയി. അവിടെ നിന്ന് ഞങ്ങളിത് പ്ലേ ഏരിയയിലേക്ക് പോയി. അതൊക്കെ വിശദമായിട്ട് ഡിമ്പിൾ വീഡിയോ എടുത്തിട്ടുണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ഡിമ്പിളിൻ്റെ ഫോണിൽ എടുത്തപ്പോൾ അതിൽ നിന്ന് ഞാൻ കോപ്പി ചെയ്തെടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എന്താ പറയുക, കുറേ നേരം പാച്ചുവിൻ്റെ കൂടെ. അപ്പോൾ പാച്ചു ഒറ്റയ്ക്കായിരുന്നു. അപ്പോൾ പാച്ചു ഒറ്റയ്ക്കായപ്പോൾ അവനൊരു പ്രത്യേക കൊഞ്ചലും ഇതിലൊക്കെ ആയിരുന്നു കേട്ടോ ഞങ്ങളോട്. കാരണം എപ്പോഴും ഞങ്ങൾ 3 പേരും കൂടി ഒന്നിച്ചല്ലേ, 3 കുട്ടികളും കൂടി ഒന്നിച്ചിട്ടുണ്ടാവും. ഇതിപ്പോൾ ആരുമില്ലാണ്ട് അവൻ തന്നെയായപ്പോൾ അവന് ഒരു പ്രത്യേക കൊഞ്ചലായിരുന്നു. പിന്നെ ഞാൻ പറയുകയും ചെയ്തു, അവിടെ പോയി വന്നതിന് ശേഷം എന്തോ ഒറ്റയ്ക്കുള്ള ലൈഫാന്ന് തോന്നുന്നുണ്ട് അവന്. ഭയങ്കര എന്താ പറയുക, വേറൊരു കുട്ടിയായിട്ടാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അവൻ വരുന്നത് കേട്ടോ. ഒക്കെ ഒരു എന്താ പറയുക, സ്വതവേ അവൻ ഒരു മെച്ചൂർഡ് ടൈപ്പാണ്. പക്ഷെ അതിൽ വിട്ട് ഭയങ്കര വർത്താനവും ഓരോ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയുകയും ചോദിക്കുകയും ഒക്കെ ചെയ്ത് ഞാൻ ഡിമ്പിളിനോട് പറഞ്ഞു, എനിക്ക് 4 കൊല്ലം 3.5 കൊല്ലം മുമ്പുള്ള പാച്ചുവിനെയാണ് ഇപ്പം ഇവൻ ഓടിച്ചാടി കളിക്കുമ്പോഴും ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും സംസാരിക്കുമ്പോഴൊക്കെ നമ്മളുടെ മനസ്സിൽ ആ വെൻറ്റിലേറ്ററിൽ അല്ലെങ്കിൽ എന്താ പറയുക NICUവിൽ കിടന്ന ആ മോനാണ്. വെൻറ്റിലേറ്ററിൽ കിടക്കുമ്പോൾ നമ്മളാരും മോനെ കണ്ടിട്ടില്ല. ഒരു 10-55 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് അവൻ്റെ മുഖം തന്നെ നമ്മൾ കാണുന്നത്, വലിയ കുട്ടിയായതിന് ശേഷം. അതായത് സാധാരണ നമ്മളുടെ കുട്ടികൾ വലിയ കുട്ടികളാവണ പ്രായമാണ് ഒരു 55-60 എന്നൊക്കെ പറയുമ്പോൾ. ആ സമയത്താണ് ഞങ്ങൾ ആദ്യമായിട്ട് അവനെ കാണുന്നത്. അപ്പോൾ എനിക്ക് ഇന്ന് അവൻ കളിയും ചിരിയും കാണുമ്പോൾ നമ്മൾ പറയില്ലേ, സന്തോഷം കൊണ്ട് കണ്ണ് നിറയാന്ന് പറയില്ലേ. അപ്പോൾ അതുപോലെ, കാരണം ഇങ്ങനെ നടന്ന് 1 2 3 ചൊല്ലുക, ABCD ചൊല്ലുക, റൈംസ് ചൊല്ലുക, അതൊക്കെ കാണുമ്പോൾ എന്താ പറയുക, സന്തോഷം കൊണ്ടാട്ടോ. കണ്ണൊക്കെ ഭയങ്കരമായിട്ട് എന്താ പറയുക, എപ്പോഴും എനിക്ക് ഭയങ്കര സന്തോഷമാണോ സങ്കടമാണോ എന്ന തോമുവിൻ്റെയും പാച്ചുവിൻ്റെയും കാര്യത്തിൽ എനിക്ക് അങ്ങനെ തോന്നാറില്ല. കാരണം അവർ നോർമൽ ബേബീസാണ്. അതുകൊണ്ട് അവരിൽ ഡിവൈനിന് പോലും പാച്ചുവിൻ്റെ കാര്യത്തിലാണ്. കാരണം ഇത് കേൾക്കുമ്പോൾ കുറേ പേര് വിചാരിക്കുക അതെന്താ ആ കുട്ടികൾ അങ്ങനെ പറയണേന്ന്. പക്ഷെ അറിയുന്നവർക്കറിയാം, ഞങ്ങളെല്ലാവരും ഡിവൈൻ അടക്കം, അതാണ് ഞാൻ ഡിവൈൻ അടക്കം എന്ന് പറയണത്. ഞങ്ങൾ പാച്ചുവിൻ്റെ ഓരോ വളർച്ചയാണ് നോക്കുക. ഞങ്ങൾ കണ്ട പോലെ വേറെ ഒരൊറ്റ ആൾ കണ്ടിട്ടില്ല. ഞങ്ങൾ ഈ 3-4 പേരാണ് അവൻ്റെ വളർച്ച പൂർണ്ണമായിട്ട് കണ്ടിട്ടുള്ളത്. അങ്ങനെ അവർ അവിടെ എത്തി, മൂന്നാർ എത്തി. അവിടുത്തെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അയച്ചതാണ് കേട്ടോ. അപ്പോൾ ഞാനത് ജസ്റ്റ് ഇതിൽ ആഡ് ചെയ്തു എന്നുള്ളൂ. അങ്ങനെ ഞാൻ വന്നത് നടയിലും മെഴുതിരിയും ചന്ദനത്തിരിയും ഒക്കെ കത്തിച്ച്, കാരണം എനിക്കത് കത്തിച്ചില്ലെങ്കിൽ ആ ഒരു മണം നമ്മുടെ അകത്ത് വന്നില്ലെങ്കിൽ എനിക്കെന്തോ ഒരു വിഷമാണ്. കാരണം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ സ്ഥിരം ഇത് ഓൺലൈനിൽ വരുത്തിക്കും. 4 ബോക്സ് അപ്പോൾ അത് 2 നേരം അത് കത്തിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് വേണ്ടാണ്ടാണ് കേട്ടോ. ഡിമ്പിൾ കുറേ പറഞ്ഞു ഭക്ഷണം കഴിച്ചിട്ട് പുറത്തുനിന്ന് ഒന്നും കൂടി കഴിച്ചിട്ട് പോകാം. അപ്പം നമ്മൾ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞങ്ങളിവിടെ വന്ന് ഒരു ഗ്ലാസ് കോഫി, നല്ല സ്ട്രോങ് കോഫി. അപ്പോൾ എനിക്ക് പുറമേന്ന് ഒരു കുട്ടി സെൻഡ് ചെയ്ത് തന്ന കോഫി പൗഡറാണ് കേട്ടോ. നല്ല വേറൊരു ഫ്ലേവറാണ്, നല്ല ടേസ്റ്റാണ്. അങ്ങനെ കോഫിയും കഴിച്ച് ഞാനും ഡാഡിയും കാര്യമായിട്ട് വേറെ ഒന്നും കഴിച്ചില്ല. ഡിമ്പിൾ 2 ബിസ്ക്കറ്റ് എന്തോ കഴിച്ചു തോന്നുന്നുണ്ട്. അങ്ങനെ നമ്മുടെ തോമുട്ടൻ, ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ പാച്ചുട്ടൻ്റെ ഷൂ ചാക്കോച്ചനിട്ടിട്ട് ഒരു ചെറിയ ഇത് വിട്ടുപോയിന്ന്. അപ്പോൾ അത് ഡാഡി ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഒട്ടിച്ചത് നേരെയാക്കി അങ്ങോട്ട് മാറ്റി വെച്ച് കോണിയിൽ അവിടെ കൊണ്ടുവച്ചു. അങ്ങനെയാണ് പതിവ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ അടുക്കളയിൽ സത്യം പറഞ്ഞ വേറെ ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല. ഡിമ്പിളിന് ബോട്ടിൽ കഴുകുക, അങ്ങനത്തെ കുറച്ച് പണികളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ പരിപാടികൾ അവസാനിപ്പിക്കണമല്ലോ. അപ്പോൾ ഇതുവരെയുള്ള ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ എടുക്കണം. അപ്പോൾ ഞാൻ വേഗം അതിൻ്റെ പണിയിലേക്ക് കിടന്നു. കാരണം നാളെ ആയാലും ഇനിയിപ്പോൾ പാച്ചും ഡിമ്പിളും ഉണ്ടാവുന്നത്, അവർ മിക്കവാറും തിങ്കളാഴ്ചയാവും പോവുക. അപ്പോൾ ആ സമയത്തും ഈ പറഞ്ഞ പോലെ എനിക്കിതൊന്നും പറ്റാണ്ടായി കഴിഞ്ഞാൽ തിങ്കളാഴ്ച രാവിലെ കിടന്ന് ഞാൻ പാടുപെടേണ്ടി വരും. പിന്നെ കുട്ടികളും വരില്ലേ. അപ്പോൾ പിന്നെ തിരക്കാവണ്ടെന്ന് വെച്ചിട്ട് ഞാൻ കയ്യോടെ അപ്പാപ്പോഴത്തെ സംഭവങ്ങൾ പാക്ക് ചെയ്ത് വെച്ചുട്ടാ. ഇതൊക്കെ നിങ്ങൾ 2 ദിവസം മുമ്പ് കണ്ടിട്ടുണ്ടാവും. ആ കണ്ട സാധനങ്ങൾ ഞാൻ പാക്ക് ചെയ്യാണ്. കയ്യോടെ പാക്ക് ചെയ്ത് ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ തിങ്കളാഴ്ച നേരെ പോസ്റ്റ് ചെയ്യാൻ കൊണ്ടുപോയാൽ മതി. അല്ലാത്ത പക്ഷം നിങ്ങൾക്കറിയാം, ഞാൻ ഞായറാഴ്ച വൈകുന്നേരം അല്ലെങ്കിൽ തിങ്കളാഴ്ച കാലത്ത് ചെയ്യുക.
ഇപ്രാവശ്യം ഞാൻ റിസ്ക് എടുക്കില്ല. കാരണം തിങ്കളാഴ്ച ഇവർ ചിലപ്പോൾ പുറത്തേക്ക് പോകാനൊക്കെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പെട്ടുപോകും. ഇവർ നാത്തൂന് പുറത്ത് പോകണമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ പോയി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ താളം മുഴുവൻ തെറ്റും. അപ്പോൾ അത് വേണ്ട വെച്ചിട്ട് ഞാൻ കയ്യോടെ കംപ്ലീറ്റ് പാക്ക് ചെയ്തു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ പണിയും കൂടി കഴിഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇന്നത്തെ ഒരു ദിവസം വേറെ ഒരു പണിയും ചെയ്യേണ്ട ഒരു അവസ്ഥ എനിക്ക് വന്നില്ല. ആ വാഷ് ചെയ്തതൊന്നും കൊണ്ടുപോയി തോരയിടാന്നല്ലാണ്ട് വേറെ ഒന്നും ഞാനിന്ന് ചെയ്തിട്ടില്ല. പാവകളൊക്കെ നോക്കിയപ്പോൾ ഒക്കെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നോട് 1-2 കുട്ടികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആൻറ്റി ഇത്രയും വിഷമിക്കേണ്ട കേട്ടോ, വാഷിംഗ് മെഷീനിൽ ഇട്ടാൽ മതിയെന്ന്. സംഭവം ശരിയാണ്. പക്ഷേ എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു. കുറേ ദിവസം മുമ്പ് എനിക്ക് തോന്നുന്നു തോമുണ്ടായതിന് ശേഷമാണെന്ന് തോന്നുന്നുണ്ട്, ഞങ്ങൾ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് ആകെ സ്ട്രക്കായി സംഭവം കംപ്ലൈൻറ്റ് വന്നിട്ട് ആൾ വന്ന് നന്നാക്കേണ്ടി വന്നു. അപ്പോൾ എനിക്കതുകൊണ്ട് ഭയങ്കര റിസ്ക് എടുക്കാനൊരു പേടി. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് എന്തോ ഒന്ന് തടഞ്ഞിട്ടോ എടുത്തിട്ടോ ആണെന്ന് തോന്നുന്നുണ്ട് പ്രശ്നമായത്. അതുകൊണ്ട് എനിക്കും ഡിവൈനും ഭയങ്കര പേടിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഇടാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അത്രയും വിഷമിച്ചിട്ട് കഴുകിയത്. അപ്പോൾ നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ്. പക്ഷേ എനിക്ക് റിസ്ക് എടുക്കാനായിട്ടൊരു ധൈര്യക്കുറവ്. രണ്ടാമത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഈ നമ്മുടെ കുഷ്യനുകളുണ്ടല്ലോ, ഞാനും ഡിവൈനും കൂടി കുഷ്യനും ഇട്ടപ്പോഴും അതും ശരിയായില്ല. അപ്പോൾ പിന്നെ ശരിയായില്ല എന്ന് പറഞ്ഞാൽ എന്തോ അതിൽ പറ്റിയില്ല, സ്ട്രക്കായി. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ടാത്ത പണിക്ക് നിൽക്കണ്ടെന്ന് വിചാരിച്ചു. പക്ഷേ കുഞ്ഞു ടോയ്സ് ആണെങ്കിൽ ചിലപ്പോൾ പറ്റിയെന്ന് വരും കേട്ടോ. പക്ഷേ ഞാൻ പറയില്ല, കാരണം എൻ്റെ അനുഭവം വെച്ചിട്ട് ഇങ്ങനെ ആയതുകൊണ്ട് അയ്യോ ആൻറ്റി പറഞ്ഞിട്ട് ഞങ്ങൾ ഇട്ടിട്ട് അങ്ങനെ ആയിന്ന് പറയണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിന് മുതിരാത്തത് കേട്ടോ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് വന്ന് എൻ്റെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ആ ഡയമണ്ടിൻ്റെ സെറ്റ് ഭയങ്കര ഡിമാൻഡ് കേട്ടോ ഇപ്പോഴും. അങ്ങനെ പാച്ചൂട്ടനുള്ള ഫുഡ് ഇതാ കൊടുക്കുകയാണ് കേട്ടോ. അവിടെ നിന്ന് വളരെ കുറവാണ് അവൻ കഴിച്ചത്. അവന് രാത്രി അവൻ്റേതായ ഫുഡ് കൊടുത്ത് കിടത്തി കഴിഞ്ഞാൽ ഡിമ്പിളിനും ഒരു സമാധാനം. കുട്ടികളായാലും ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് കിടന്നുറങ്ങുമല്ലോ. അങ്ങനെ ഫെബ്രുവരി മാസവും കഴിഞ്ഞു. ഇനിയിപ്പോൾ മാർച്ച് മാസമായി. ഔസേപ്പിതാവിൻ്റെ മാസമാണ്. അപ്പോൾ ഔസേപ്പിതാവിൻ്റെ വണക്കമാസം തുടങ്ങുകയാണ്. അപ്പോൾ ഞാൻ സാധാരണ എൻ്റെ ബിസിനസ് ഫോണിലാണ് എൻ്റെ പേഴ്സണൽ ഫോണിലാണ് സ്റ്റാറ്റസ് ഇടാറ്. അപ്പോൾ അത് കാണുന്നവർക്കറിയാം ഞാൻ എല്ലാ ദിവസവും വണക്കമാസം ഇടാറുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അത് എത്തിക്കാം. ഔസേപ്പിതാവിൻ്റെ എന്ന് പറയുമ്പോൾ തൊഴിലാളികളുടെ മധ്യസ്ഥനാണ്. അപ്പോൾ ജോലി അന്വേഷിക്കുന്നവരും ജോലിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളവരും ജോലി സംബന്ധമായ എന്തും നടത്തി തരുന്ന ആളാണ്, മധ്യസ്ഥനാണ് ഔസേപ്പിതാവ്. അതുപോലെ ക്ഷമ, വിനയം, എളിമ, വിശ്വസ്തത എല്ലതും ഉള്ള ഒരു മധ്യസ്ഥനാണ്. അപ്പോൾ അതുകൊണ്ട് ഔസേപ്പിതാവിനോട് പ്രത്യേകം ഈ മാസം മാർച്ച് മാസമാണ്. മാർച്ച് 19 മരണത്തിരുന്നാളാണ്. മാർച്ച് 15 ഡിമ്പിളുടെ ബർത്ത്ഡേ ആണ്. ഇതൊക്കെയാണ് നമ്മുടെ മാർച്ചിൻ്റെ പ്രത്യേകത കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. അപ്പോൾ നാളെ നല്ലൊരു വിശേഷമായിട്ട് ഞാൻ വേഗം വരാം കേട്ടോ. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. അപ്പം നമ്മളുടെ പുതുപ്പള്ളിയിലെ ഒരു പുതിയ ഷോപ്പ് തുടങ്ങുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വിഷയം, പുതുപ്പള്ളിയിൽ പുതിയതായിട്ട് ആരംഭിക്കുന്ന മെൻസ് ഷോറൂമായ വിൻറ്റേജ് വോഗിൻ്റെ എല്ലാവിധ ആശംസകളും. അപ്പോൾ ഇതാണ് ആ ഷോപ്പിൻ്റെ അഡ്രസ്സും കാര്യങ്ങളും. അപ്പോൾ അവിടെയുള്ള എല്ലാവരും ഇവരെ പ്രോത്സാഹിപ്പിക്കുക, ഇവരുടെ കൂടെ നിൽക്കണം കേട്ടോ. അപ്പോൾ ബൈ.